ഹായ് മക്കളെ, എല്ലാവർക്കും ടെലാവി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ഫിറോസ് സാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടുവിലെ വെക്ടർ ആൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ആ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വെക്ടറാണ്. എന്താണ് വെക്ടർ എന്ന് പറയുന്നത്? ഫിസിക്സിലായാലും ശരി, മാത്സിലായാലും ശരി, വെക്ടർ എന്ന് പറയുന്നത് അതൊരു ക്വാണ്ടിറ്റിയാണ്. എങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ് മക്കളെ? അതിനൊരു മാഗ്നിറ്റ്യൂഡും കാണും, അതുപോലെ തന്നെ എന്തും കാണും, ഒരു ഡയറക്ഷനും കാണും. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരു വാല്യൂവിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. സോ എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ ഈസ് കോൾഡ് എ വെക്ടർ. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡും കാണും, അതുപോലെ ഡയറക്ഷനും കാണും. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ ടെയിൽ അഥവാ ഇനിഷ്യൽ വാല്യൂ എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ അത് വന്ന് നിൽക്കുന്ന പോയിന്റ്, ഓക്കെ, അതിനെ നമ്മൾ ഹെഡ് അഥവാ ടെർമിനൽ വാല്യൂ എന്ന് വിളിക്കും. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ അഥവാ ടെർമിനൽ വാല്യൂ. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ, ടെർമിനൽ വാല്യൂ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ലെങ്ത് ആണ്. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ ടു ടെർമിനൽ വാല്യൂ, അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂവിൽ നിന്ന് ടെർമിനൽ വാല്യൂവിലേക്കാണ് ഡയറക്ഷനും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന വെക്ടർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. ഓക്കെ, എന്താണ് മക്കളെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്? പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് പി എക്സ് വൈ ഇസഡ്. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് നമ്മുടെ 3D സ്പേസിൽ എന്തുണ്ട്? പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എക്സ് വൈ ഇസഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ് കോർഡിനേറ്റ് എക്സ് ആണ്, വൈ കോർഡിനേറ്റ് വൈ ആണ്, ഇസഡ് കോർഡിനേറ്റ് ഇസഡ് ആണ്. ആ രീതിക്കുള്ള ഒരു പോയിന്റ് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്, അപ്പോൾ ഏതൊരു പോയിന്റിൻ്റെയും പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് പോകുന്ന വെക്ടറാണ്. ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് പോകുന്ന വെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മക്കളെ? പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. സോ ഒ പി എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഒ പി എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ അഥവാ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ആർ വെക്ടർ എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒ പി വെക്ടർ അഥവാ ആർ വെക്ടർ എന്ന് പറയുന്നത് എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് ഇസഡ് കെ ക്യാപ്പ്. ഓക്കെ, അതിനെ കമ്പോണന്റ് ഫോമിൽ, എന്ത് ഫോമിലാണ് മക്കളെ? കമ്പോണന്റ് ഫോം. എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സിൻ്റെ കമ്പോണന്റ് ഫോമിലേക്ക് നമ്മൾ എഴുതുന്നു. അല്ലെങ്കിൽ എക്സിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിന് വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ആ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഒ പി എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? പൊസിഷൻ വെക്ടറിനെ എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് ഇസഡ് കെ ക്യാപ്പ്. അതിൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ആണ്. ഓക്കെ, അഥവാ ആ പോയിന്റിൻ്റെ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഇസ് കെ ക്യാപ്പ് എന്ന് പറയുന്നത്, ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ലെങ്ത് 1 ആയിട്ട് വരുന്ന വെക്ടറാണ് കേട്ടോ, ഏറ്റവും ബേസ് വെക്ടറാണ്. അപ്പം എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ. ജെ ക്യാപ്പ് എന്ന് പറയുന്നാൽ വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ. കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ്. അതിൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന സ്കെയിലാർ കമ്പോണൻസും എക്സ് ഐ ക്യാപ്പ് വൈ ജെ ക്യാപ്പ് ഇസഡ് കെ ക്യാപ്പ് എന്ന് പറയുന്നത് വെക്റ്റർ കമ്പോണൻസുമാണ്. ഓക്കെ, ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ലെങ്ത്ത്, ആർ വെക്ടറിൻ്റെ ലെങ്ത്ത് അഥവാ ഒ പി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അബ്സല്യൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതൊരു വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അബ്സല്യൂട്ട് ഓഫ് അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് എന്താ? ആർ വെക്ടർ ആണെങ്കിൽ എങ്ങനെ പറയാം? മോഡുലസ് ഓഫ് ആർ വെക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏതൊരു വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ്, അത് കമ്പോണൻറ്റ് ഫോമിലാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏതൊരു വെക്ടറിൻ്റെയും
മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റുകളുടെ സ്ക്വയറിൻ്റെ സമ്മാണ്. റൂട്ട് ഓഫ് സ്കെയിലാർ കമ്പോണൻറ്റുകളുടെ സ്ക്വയറിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ. ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. പല ചോദ്യങ്ങളും ഇതിനെ ആസ്പദമാക്കിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ബേസിക് സാധനമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, എന്താണ് ഡയറക്ഷൻ റേഷ്യോസ്, അതുപോലെ എന്താണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു വെക്ടറിൻ്റെ സ്കെയിലാർ കമ്പോണൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മക്കളെ? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വെക്ടറിൻ്റെയും സ്കെയിലാർ കമ്പോണൻസുകൾ, അപ്പോൾ നമ്മൾ നേരത്തെ വെക്ടറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് എന്താണ്? എക്സ്, വൈ, ഇസഡ്. അതിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു വെക്ടറിനെ ആസ്പദമാക്കിയാണെങ്കിൽ നോക്കിക്കേ, ഇതിൻ്റെ സ്കെയിലാർ കമ്പോണൻ്റ് എന്താ? എ, ബി, സി ആണ് സ്കെയിലാർ കമ്പോണൻറ്റുകൾ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് represent its projections along the റെസ്പെക്റ്റീവ് ആക്സിസ്. ഓക്കെ, അതെന്ന് പറയുന്നത് അതായത് റെസ്പെക്റ്റീവ് ആക്സിസിലോട്ടുള്ള പ്രൊജക്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ? ബേസിക് ആയിട്ട് തന്നെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡയറക്ഷൻ ആംഗിൾസ് ആണ്. എന്താണ് ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത്? ദ ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ മെയ്ഡ് ബൈ ദ വെക്ടർ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ്, വൈ, ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി ആർ കാൾഡ് ഇറ്റ്സ് ഡയറക്ഷൻ ആംഗിൾസ്. അപ്പോൾ നമ്മുടെ പി എന്ന് പറയുന്ന വെക്ടർ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കിയ, എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കിയ ആംഗിളാണ് ആൽഫ, വൈ ആക്സിസുമായിട്ടുണ്ടാക്കിയ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കിയ ആംഗിളാണ് ബീറ്റ, ഇസഡ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കിയ ആംഗിളാണ് ഗാമ എന്നുണ്ടെങ്കിൽ ആ ആംഗിളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന മക്കളെ? ഡയറക്ഷൻ ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആ ഡയറക്ഷൻ ആംഗിളുകളുടെ മക്കളെ കോസ് വാല്യൂസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ കൊസൈൻ വാല്യൂസ് ഓഫ് ദീസ് ആംഗിൾസ്, നമ്മൾ ഡയറക്ഷൻ ആംഗിൾസ് പറഞ്ഞില്ലേ, ആ ആംഗിളുകളുടെ കൊസൈൻ വാല്യൂസിനെ അഥവാ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ആണ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് അതാത് ആക്സിസുകളുമായിട്ട് ഉണ്ടാക്കിയ പോസിറ്റീവ്, ഓക്കെ, അതാത് ആക്സിസുകളുടെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കിയ ആംഗിളിൻ്റെ കോസ് വാല്യൂസുകളാണ്. ഓക്കെ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ, എം, എൻ എന്ന് പറഞ്ഞാണ്. ഓക്കെ, എൽ എന്ന് പറയുന്നത്, എം എന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത്, ഇതാണ് എന്ത് മക്കളെ? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മാഗ്നിറ്റ്യൂഡ്, ആർ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള വെക്ടർ ഉണ്ട്. ഓക്കെ, ആർ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള എന്തുണ്ട്? വെക്ടർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എ, ബി, സി ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എൽ, എം, എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എൽ ഈക്വൽസ് എ ബൈ ആർ, എം ഈക്വൽസ് ബി ബൈ ആർ, എൻ ഈക്വൽസ് സി ബൈ ആർ. ആർ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡാണ് എടുത്തിട്ടുള്ളത്. അതായത് എൽ എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണൻറ്റ്, സ്കെയിലാർ കമ്പോണൻറ്റ്, എക്സിൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റ് ബൈ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. എം എന്ന് പറയുന്നത് വൈ, സ്കെയിലാർ വൈ കമ്പോണൻറ്റ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. എൻ എന്ന് പറയുന്നതോ സ്കെയിലാർ കമ്പോണൻറ്റ് ഓഫ് ഇസഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ. ഓക്കെ, അപ്പം അതായത് നമുക്ക് ഈ ഒരു നമ്മളുടെ നേരത്തെ പഠിച്ച നമ്മളെ പൊസിഷൻ വെക്ടറുമായിട്ട് സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? എക്സ്, വൈ, ഇസഡ് ആയിരിക്കും. ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിലോ, ഡയറക്ഷൻ കൊസൈൻസ് എൽ ആണെന്ന് പറഞ്ഞാൽ എൽ എങ്ങനെ വരും? എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ. ഓക്കെ, എൽ എം ആണെങ്കിലോ എം ഈക്വൽസ് y by root of x square plus y square plus z square. Okay, n equals z by root of x square plus y square plus z square എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? പൊസിഷൻ വെക്ടേഴ്സ് കണ്ടു, അതുപോലെ ഡയറക്ഷൻ റേഷ്യോസ്, ഡയറക്ഷൻ കൊസൈൻസ് കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ് കേട്ടോ. സോറി, എടുത്തപ്പോൾ മാറിയതാണ്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, അടുത്ത് നമ്മൾ കാണുന്നത് എന്താണ് മക്കളെ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. അതിൽ ആദ്യത്തെ വെക്ടർ എന്ന് പറയുന്നത്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. സീറോ വെക്ടർ, യൂണിറ്റ് വെക്ടർ, കോഇനിഷ്യൽ വെക്ടർ, കൊളീനിയർ വെക്ടേഴ്സ്, ഈക്വൽ വെക്ടേഴ്സ്, നെഗറ്റീവ് ഓഫ് എ വെക്ടർ.
ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം സീറോ വെക്റ്റർ. എന്താണ് മക്കളെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത്? സീറോ വെക്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ് ആയാലും ടെർമിനൽ പോയിന്റ് ആയാലും, ഓക്കെ, ഇനിഷ്യൽ ആയാലും ടെർമിനൽ പോയിന്റ് ആയാലും രണ്ടും കോയിൻസൈഡ് ചെയ്യും, അതായത് രണ്ടും ഒന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അതിന് എന്തില്ല മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന വെക്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ വെക്റ്റർ. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് വെക്റ്റർ. എന്താണ് യൂണിറ്റ് വെക്റ്റർ? എ വെക്റ്റർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റി അഥവാ 1. ഓക്കെ, 1 യൂണിറ്റ്. അപ്പോൾ യൂണിറ്റി ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആയിട്ടുള്ള വെക്റ്ററിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന വെക്റ്ററാണ് എന്ത് മക്കളെ? യൂണിറ്റ് വെക്റ്റർ. അതായത് നമുക്ക് അതിൻ്റെ സൈസിനെ പലതനുസരിച്ച് നമുക്ക് സ്കെയിലാർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏതൊരു യൂണിറ്റ് വെക്ടറിനെയും നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമുക്കൊരു ഇന്ന സൈസിലൊരു വെക്ടർ വേണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എടുത്തിട്ട് അതിന് എത്രയാണോ സൈസ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പല ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂണിറ്റ് വെക്ടർ ചോദിക്കാറുണ്ട്. അപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കുക, ചെയ്യുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന 1 ആയിരിക്കും. മെയിൻലി അതിന് ഡയറക്ഷൻസ് പറയാനാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അടുത്തത് കോ ഇനിഷ്യൽ വെക്ടർ. എന്താണ് കോ ഇനിഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞാൽ? 2 or more vectors having the same initial point are called co-initial vectors. രണ്ടോ അതിലധികമോ വെക്ടേഴ്സിന് ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഇനിഷ്യൽ പോയിന്റ് ആണുള്ളതെങ്കിൽ അതിനെ നമുക്ക് കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ വെക്ടർ എ ബി, വെക്ടർ എ സി എന്നൊക്കെ പറയുന്നത് കോ ഇനിഷ്യൽ വെക്ടറാണ്. കാരണം അതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എയിൽ നിന്നാണ്. ഓക്കെ, അടുത്തത് കൊളീനിയർ വെക്ടേഴ്സ്. എന്താണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? 2 or more vectors are said to be collinear. രണ്ടോ അതിലധികമോ വെക്ടറിനെ കൊളീനിയർ എന്ന് വിളിക്കാം. എപ്പോഴാണ്? ഇഫ് ദേ ആർ പാരലൽ ടു ദ സെയിം ലൈൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, അതായത് വെക്ടേഴ്സിൻ്റെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് പാരലൽ ആണെങ്കിൽ, ഓക്കെ, ആ വെക്ടറുകൾ പാരലൽ ആയിട്ടുള്ള വെക്ടറുകളാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയോ വലിപ്പം എത്രയോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡയറക്ഷനും ഏതായിക്കോട്ടെ, ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അത് പാരലൽ ലൈനുകളായിട്ടാണ് വരുന്നതെങ്കിൽ ഓരോ വെക്ടേഴ്സുകളും, ഓക്കെ, അതിന് ആ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈന് എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ ആ വെക്ടറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നുകിൽ അത് അതേ ഡയറക്ഷനാവും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവാം കേട്ടോ. ഈ 2 ഡയറക്ഷന് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ ബാധിക്കാതെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് പാരലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ വെക്ടറുകളെയാണ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഈക്വൽ വെക്ടേഴ്സ്. എപ്പോഴാണ് 2 വെക്ടേഴ്സ് ഈക്വൽ ആകുന്നത്? 2 vectors are said to be equal if they have the same magnitude and direction regardless of the positions of their initial value. അപ്പോൾ 2 വെക്ടേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ഈക്വൽ ആയാൽ മതി? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയാൽ മതി. ഒരേ വലിപ്പവും ഒരേ ദിശയിലേക്കും പോകുന്ന വെക്ടേഴ്സ് ആയാൽ മതി. അത് തുടങ്ങിയ പോയിന്റോ അവസാനിച്ച പോയിന്റോ സെയിം ആകണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു വെക്ടർ വരച്ചു. സപ്പോസ് എന്താണ്, ഇവിടെ ഞാനൊരു വെക്ടർ വരച്ചു, അതേ ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ ഞാൻ ഇങ്ങോട്ടൊരു വെക്ടർ വരച്ചു. ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്, ഒരേ മാഗ്നിറ്റ്യൂഡുമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് രണ്ടും എന്താകും? ഈക്വൽ ആകും. ഓക്കെ, അത് ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും നമ്മൾ സെയിം ആണോ നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും, ഓക്കെ, വലിപ്പവും അതുപോലെ തന്നെ ഡയറക്ഷനും ദിശയും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ 2 വെക്ടേഴ്സും ഈക്വൽ വെക്ടർ ആകും. അടുത്തത് നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്, എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഗിവൺ വെക്ടർ. അതിൻ്റെ എന്ത് സെയിം ആയിരിക്കണം? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഈക്വൽ പോലെ തന്നെയാണ് നെഗറ്റീവ് വരുന്നത്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈക്വലിൽ നമുക്ക് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആവണം. നെഗറ്റീവ് ഓഫ് എ വെക്ടർ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആകണം, ബട്ട് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇറ്റ്. ഡയറക്ഷൻ സെയിം ആണോ മക്കളെ? അല്ല, ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് വരണം. അപ്പോൾ ഒന്ന് അങ്ങോട്ടാണ് പോയതെങ്കിൽ മറ്റേ നേരെ തിരിച്ചു വരണം. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് പറയുന്നത് മക്കളെ? നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഒന്ന് മറ്റേതിൻ്റെ നെഗറ്റീവ് ആണ് എന്ന് പറയുന്നത്.
ഓക്കെ, ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് ഓഫ് ദ ഗിവൺ വെക്റ്റർ. തന്നിട്ടുള്ള വെക്ടറിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ് ഇവിടെ കണ്ടത്. അങ്ങനെയെങ്കിൽ അടുത്തത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. രണ്ട് വെക്ടറുകളുടെ അഡീഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാം? അതിന് നമ്മൾ ബേസിക്കായിട്ട് രണ്ട് ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. ഓക്കെ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് വെക്ടേഴ്സ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങളായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ വശം, ഓക്കെ, അപ്പോൾ രണ്ട് വശങ്ങളായിട്ട് എയിൽ നിന്ന് ബിയിലോട്ട് വരുന്നതാണ് എ വെക്റ്റർ, ബിയിൽ നിന്ന് സിയിലോട്ട് വരുന്നതാണ് ബി വെക്റ്റർ എന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്ക് വരുന്ന വെക്ടറാണ്. എ പ്ലസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്ന് സിയിലേക്ക് വരുന്ന വെക്ടറാണ്. ഓക്കെ, അതാണ് നമുക്ക് എന്ത് പറയുന്നത്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത്. അതുപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത് നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, പക്ഷേ രണ്ട് ഡയറക്ഷനിലോട്ട് പോകുന്ന രീതിക്കാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ പാരലായിട്ടൊരു വെക്ടർ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അതിന് പാരലായിട്ട് അതേ ഡയറക്ഷനിൽ നമുക്കൊരു വെക്ടർ വരയ്ക്കാൻ കഴിഞ്ഞാൽ, ഓക്കെ, നോക്കിക്കേ, ട്രയാങ്കിൾ ലോയുടെ ഏകദേശം സെയിം ആയില്ലേ? യെസ്, അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡയഗണലായിരിക്കും എന്തെന്ന് പറയുന്നത്? ആ പാരലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും അതിൻ്റെ സം എന്ന് പറയുന്നത് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയുന്നത്. അതാണ് പാരലോഗ്രാം ലോ പറയുന്നത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. നമുക്കറിയാം ഇതിനെ പാരലായിട്ട് കൊണ്ടുവച്ചാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആകും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സ് എന്താകും? ഈക്വൽ വെക്റ്റേഴ്സ് ആകും. ഓക്കെ, അപ്പോൾ ഇതും ബി വെക്റ്റർ തന്നെയാകും. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ലോ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയാം, എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി നെഗറ്റീവ് എടുക്കാനാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലോട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഇത് ബി ആണെങ്കിൽ ഇതായിരിക്കും എന്ത്? മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റും. ഇതാണ് എന്ത്? എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് വെക്റ്റർ അഡീഷൻ്റെ സെയിം ഇത് തന്നെയാണ്, പോസിറ്റീവ് മാറ്റി അത്രേ ഉള്ളൂ, അല്ല വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ബിയുടെ നെഗറ്റീവ് എന്നിട്ട് അത് എയുമായിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ എ സ്കെയിലാർ. ഒരു വെക്റ്ററിനെ ഒരു സ്കെയിലാർ കൊണ്ട്, ഒരു വാല്യൂ കൊണ്ട്, ന്യൂമറിക്കൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഗിവൺ വെക്റ്റർ ബൈ എ സ്കെയിലാർ ലാംഡ changes the magnitude of the vector by the multiple of absolute lambda and keeps the direction same as, ഓക്കെ, ഡയറക്ഷൻ സെയിം. ഓക്കെ, അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതേ ഡയറക്ഷൻ കീപ്പ് ചെയ്യും, നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻലി പോസിറ്റീവ് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് നമ്മൾ എടുത്താൽ ആ ഒരു വെക്ടറിനെ നമ്മൾ അബ്സല്യൂട്ട് ലാംഡ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അബ്സല്യൂട്ട് ലാംഡ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അബ്സല്യൂട്ട് ലാംഡ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായി കഴിക്കും, അതിന് ഡയറക്ഷൻ അതേ സ്ഥാനം തന്നെ കീപ്പ് ചെയ്യും. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാറ്റം ഉണ്ടാകും. ഇനി ഒരു നെഗറ്റീവ് വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും, മാഗ്നിറ്റ്യൂഡ് അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഓക്കെ, ലാംഡ മാഗ്നിറ്റ്യൂഡ് എന്താകും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാംഡ എ എന്ന് പറയുന്നത് absolute of a times magnitude of a vector. ഓക്കെ, അതിൻ്റെ എത്രയാണോ മാഗ്നിറ്റ്യൂഡ് അതുകൊണ്ട് മൾട്ടിപ്ലൈഡ് ആവും. അതാണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മുടെ എ വെക്ടർ എങ്കിൽ, നോക്കിക്കേ, ഇതാണ് നമ്മുടെ എ വെക്ടർ എങ്കിൽ അപ്പോൾ അവിടെ 2 യൂണിറ്റ് വരുന്ന രീതിക്കാണ് നമ്മുടെ എ വെക്ടർ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്, അതിന് നേരെ പകുതിയായിട്ട് വരും, പക്ഷേ അതേ ഡയറക്ഷൻ കീപ്പ് ചെയ്യും. 2a എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആകും വലിപ്പം, പക്ഷേ അതേ ഡയറക്ഷൻ കീപ്പ് ചെയ്യും. അതേസമയം നെഗറ്റീവ് 1/2a എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും. ഓക്കെ, ലെങ്ത് എന്താകും? അതിൻ്റെ ഹാഫ് ആകും. ഇനി നെഗറ്റീവ് 2a എന്ന് പറഞ്ഞാലോ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും, ലെങ്ത് ഡബിൾ ആകും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ തന്നെ കീപ്പ് ചെയ്യും. നെഗറ്റീവ് വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും. ഓക്കെ, ഫോർ എ ഗിവൺ വെക്റ്റർ എ, ദി വെക്റ്റർ എ ക്യാപ് ഈക്വൽസ്, എ ക്യാപ് എന്ന് പറയുന്നതാണ് ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, ഗിവ്സ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. അപ്പോൾ എയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എ വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. നോക്കിക്കേ, എയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? 2 യൂണിറ്റ്സ് ആയിരുന്നു. അപ്പോൾ ബൈ 2 നമ്മൾ ചെയ്തപ്പോൾ അത് 1 യൂണിറ്റ് ആയിട്ട് മാറി, അതേ ഡയറക്ഷനിൽ തന്നെയുള്ള 1 യൂണിറ്റ് ആയിട്ട് മാറി. 1 യൂണിറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന മക്കളെ?
1 യൂണിറ്റ് ആയിട്ട് വരുന്ന വെക്ടറിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു വെക്ടറിൻ്റെയും ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വേണം, എ ക്യാപ്പ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ചെയ്താൽ മതി. ഓക്കെ, എ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻസ് ഓൺ വെക്ടർ ഇൻ കമ്പോണൻറ്റ് ഫോം. അപ്പോൾ ഒരു വെക്ടർ കമ്പോണൻറ്റ് ഫോമിൽ തന്നാൽ, 1-2 വെക്ടേഴ്സ് കമ്പോണൻറ്റ് ഫോമിൽ തന്നാൽ അവർ തമ്മിലുള്ള ഓപ്പറേഷൻ, നമ്മൾ നേരത്തെ പഠിച്ച അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. കമ്പോണൻറ്റ് ഫോമിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഓക്കെ, എക്സ് ആക്സിൻ ഡയറക്ഷൻ, വൈ ആക്സിൻ ഡയറക്ഷൻ, ഇസഡ് ആക്സിൻ ഡയറക്ഷൻ, അതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മായിട്ട് തരുന്നതിനെയാണ് കമ്പോണൻറ്റ് ഫോം എന്ന് വിളിക്കുന്നത്. If A vector and B vector are any two vectors given in the component form A1 I cap plus A2 j cap plus A3 k cap and B1 I cap plus B2 j cap plus B3 k cap. അപ്പോൾ എയുടെ കമ്പോണന്റ് ഫോം എന്താ? A1 I cap plus A2 j cap plus A3 k cap. ബിയുടെയോ B1 I cap plus B2 j cap plus B3 k cap എന്നാണെങ്കിൽ ഓക്കെ, അതിൻ്റെ സം എന്ന് പറയുന്നത് അഥവാ എ പ്ലസ് ബി, എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഐ കമ്പോണൻറ്റുകൾ തമ്മിൽ സം ചെയ്യുക, ജെ കമ്പോണൻറ്റുകൾ തമ്മിൽ സം ചെയ്യുക, കെ കമ്പോണൻറ്റുകൾ തമ്മിൽ സം ചെയ്യുക. ഇനി അതേസമയം ഡിഫറൻസ് എന്ന് പറയുന്നത് എ വെക്ടർ മൈനസ് ബി വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഐ കമ്പോണൻറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, ജെ കമ്പോണൻറ്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, കെ കമ്പോണൻറ്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഏത് ഓർഡറിലാണോ ഇവിടെ വരുന്നത് അതേ ഓർഡറിൽ തന്നെ സബ്ട്രാക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, സാധാരണ നമ്മൾ എന്താണ് ഇക്വേഷൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്, വേറെ വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ വെക്ടർ നമ്മൾ എക്സ് വൈ സെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതിന് വരെ ഇവിടെ ഐ ജെ കെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഐ ജെ കെ എന്ന് പറയുന്നത് ആക്ച്വലി യൂണിറ്റ് വെക്ടേഴ്സ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ദ വെക്ടർ എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ ഈക്വൽ. എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയുന്നത്? അതിൻ്റെ കമ്പോണൻറ്റുകൾ, കറസ്പോണ്ടിങ് കമ്പോണൻറ്റുകൾ ഓക്കെ ഈക്വൽ ആകുമ്പോൾ, ഐ കമ്പോണൻറ്റ് ഈക്വൽ ആകുക, ജെ കമ്പോണൻറ്റ് ഈക്വൽ ആകുക, കെ കമ്പോണൻറ്റ് ഈക്വൽ ആകുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാം. ഇനി ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ എ ബൈ സ്കെയിലാർ ലാംഡ. ഓക്കെ, എ വെക്ടറിനെ ലാംഡ എന്ന് പറയുന്ന സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ലാംഡ എ വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ കമ്പോണൻസിനെയും, എന്താണ് മക്കളെ? അതിൻ്റെ എല്ലാ കമ്പോണൻസിനെയും ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഈക്വൽ എന്ന് പറയണമെങ്കിൽ കമ്പോണൻസ്, കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആകണം. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ എന്ന് പറയുമ്പോൾ ആ സ്കെയിലാർ കൊണ്ട് എല്ലാ കമ്പോണൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. എന്താണ് അടുത്ത സ്ലൈഡ് പറയുന്നത്? സെക്ഷൻ ഫോർമുല. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന സെയിം ഇത് തന്നെയാണ്, വലിയ അങ്ങനെ പറയത്തക്ക വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. വെക്ടറിൻ്റെ രീതിയിൽ നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് എ പോയിന്റ് ആർ dividing a line segment joining the points P and Q whose position vectors are A vector and B vector respectively in the ratio m:n. ഓക്കെ, അതായത് നോക്കിക്കേ, നമ്മൾക്ക് പി ക്യു എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, പിയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എ വെക്ടറാണ്, ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ബി വെക്ടറാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെ ഒരു വെക്ടർ ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് റേഷ്യോയിലാണ്? m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അത് ഇൻറ്റേർണലിയാണ്, അതായത് ആറ് ആ രണ്ട് പോയിന്റിൻ്റെയും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ, പി ക്യു എന്ന് പറയുന്ന ലൈനിൻ്റെ ഉള്ളിലാണ് ആറ് വരുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് റേഷ്യോ ഫോം എങ്ങനെ വരും? എൻ എ വെക്റ്റർ, ഇവിടുന്ന് ക്രോസ് ആയിട്ട് എൻ എ വെക്റ്റർ പ്ലസ് എം ബി വെക്റ്റർ ബൈ എം പ്ലസ് എൻ. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള സെക്ഷൻ ഫോർമുല, നമ്മൾ സെക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണത് പറയുന്നത്? n(x2) പ്ലസ് nx1 പ്ലസ് mx2 ബൈ എം പ്ലസ് എൻ അല്ലേ? ആ സെയിം ഓർഡറാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം രീതി തന്നെയാണ്. അവിടെ നമ്മൾ x1 y1 z1 x2 y2 z2 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെക്ടേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എക്സ്റ്റേണലി ആണെങ്കിൽ എന്താണ് മക്കളെ? എക്സ്റ്റേണലി ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് ആർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനിലാണ്, ആ രണ്ട് പോയിന്റ് ഇടയ്ക്കായിരിക്കില്ല വരുന്ന, അതിൻ്റെ ഔട്ടാണ് വരുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എം ടൈംസ് ബി വെക്റ്റർ. ഓക്കെ, എം എന്ന് പറയുന്ന പി യുമായിട്ടുണ്ടാക്കിയ റേഷ്യോ ആണ്. ഓക്കെ, പി യുമായിട്ടുണ്ടാക്കിയ ആ ഒരു വാല്യൂവിൻ്റെ റേഷ്യോ ആണ്
എം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എം ടൈംസ് ബി വെക്റ്റർ ഓപ്പോസിറ്റ് ഉള്ള ആളുമായിട്ടുള്ള വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുമ്പോൾ സബ്ട്രാക്ഷൻ വരും, ഇവിടെ വരുമ്പോൾ അഡീഷൻ വരും. ഓക്കെ, അപ്പോൾ എം ബി വെക്റ്റർ മൈനസ് എൻ എ വെക്റ്റർ ബൈ എം മൈനസ് എൻ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ആവശ്യമുള്ള എന്താ, ഈ ഒരു വാല്യൂ ആണ് ആവശ്യം. അപ്പോൾ എം മൈനസ് എൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ നോക്കിക്കേ, പി ക്യു കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, എം പ്ലസ് എൻ ചെയ്യണം. ആ ഒരു ടെക്നിക്ക് ഓർത്ത് വെച്ചാൽ മതി. അതാണല്ല നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ആ ഒരു ടെക്നിക്ക് ഓർത്ത് വെച്ചാൽ ആ ഒരു ഓർഡറിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണലി ആണെങ്കിൽ എങ്ങനെ വരും, എൻ എ വെക്ടർ. ഇവിടെ ഇൻറ്റേർണലി ആകുമ്പോൾ ഓർഡർ മാറിയാലും കുഴപ്പമില്ല കേട്ടോ. എം ബി വെക്ടർ പ്ലസ് എൻ എ വെക്ടർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ എൻ ബി വെക്ടർ എന്ന് എഴുതാൻ പാടില്ല. കാരണം എൻ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് ക്യൂവിൽ നിന്ന് ആറിലോട്ടുള്ളതാണ്. അപ്പോൾ അത് ക്യൂ ആയിട്ടാണ് കറസ്പോണ്ടിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെക്ടർ ഏതെടുക്കണം, പിയുമായിട്ടുള്ളത് എടുക്കണം. ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എം ബി വെക്ടർ പ്ലസ് എൻ എ വെക്ടർ ബൈ എം പ്ലസ് എൻ ആണ് ഇൻറ്റേർണലി. എക്സ്റ്റേർണലി വരുമ്പോൾ എന്ത് വരും, എം ബി വെക്ടർ മൈനസ് എൻ എ വെക്ടർ ബൈ എം മൈനസ് എൻ വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഇനി നമ്മളടുത്ത് പ്രൊഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്. രണ്ട് തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലാർ പ്രൊഡക്റ്റ് അഥവാ ഡോട്ട് പ്രൊഡക്റ്റ്, വെക്റ്റർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ് ഏതിനുള്ളത്, വെക്റ്റേഴ്സിനുള്ളത്. ഓക്കെ, നമുക്ക് സാധാരണ നമ്മൾ മുമ്പ് നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡോട്ട് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ക്രോസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാം സ്കെയിലാർ വാല്യൂസ് ആണ്. സ്കെയിലാർ വാല്യൂസിനെ സംബന്ധിച്ച് ഡോട്ട് പ്രൊഡക്റ്റ് ആയാലും ക്രോസ് പ്രൊഡക്റ്റ് ആയാലും നമുക്ക് സ്കെയിലാറേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് വെക്റ്റേഴ്സ് ആണ്. വെക്റ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ അഥവാ സ്കെയിലാർ പ്രൊഡക്റ്റ് എടുത്താൽ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത് സ്കെയിലാർ വാല്യൂ ആണ്. അതിന് ഡയറക്ഷൻ ഉണ്ടാകത്തില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അതേസമയം വെക്റ്റർ അഥവാ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും കാണും. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ടു ഗിവൺ വെക്ടേഴ്സ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ഹാവിംഗ് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം ഈസ് ഡിഫൈൻഡ് ആസ്. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എ വെക്ടറും ബി വെക്ടറുമാണ്. അവർക്കിടയിൽ ഉണ്ടാക്കിയ ആംഗിൾ തീറ്റയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഡോട്ട് സ്കെയിലാർ പ്രൊഡക്റ്റ് അഥവാ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കോസ് തീറ്റയാണ് കേട്ടോ. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് കോസ് തീറ്റയാണ്. ഓക്കെ, ഇനി കമ്പോണന്റ് ഫോമിലാണെന്ന് വിചാരിക്കുക. അതായത് എ വെക്ടർ എന്ന് പറഞ്ഞാൽ a1 i ക്യാപ് പ്ലസ് a2 j ക്യാപ് പ്ലസ് a3 k ക്യാപ്, ബി വെക്ടർ എന്ന് പറഞ്ഞാൽ b1 i ക്യാപ് പ്ലസ് b2 j ക്യാപ് പ്ലസ് b3 k ക്യാപ് എന്നാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അവിടെ ഐയും ജെയും കെ ഒന്നും കാണൂല, കാരണം ഇത് സ്കെയിലാർ വാല്യൂ ആണ്. മക്കളെ, ഇത് എന്ത് വാല്യൂ ആണ്, സ്കെയിലാർ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 ആയിരിക്കും. ഐ കമ്പോണന്റുകളുടെ പ്രൊഡക്റ്റ് പ്ലസ് ജെ കമ്പോണന്റുകളുടെ പ്രൊഡക്റ്റ് പ്ലസ് കെ കമ്പോണന്റുകളുടെ പ്രൊഡക്റ്റ്. ഇത് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ, ഒരു നമ്പറാണ് കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്, എ ഡോട്ട് ബി എന്ന് പറയുന്ന വെക്ടർ, എ ഡോട്ട് ബി വെക്ടർ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും, ഒരു സ്കെയിലാർ വാല്യൂ ആയിരിക്കും. അതാണ് ബേസിക് ആയിട്ട് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇനി എ ഡോട്ട് ബി സീറോ ആണെങ്കിൽ, എ ഡോട്ട് ബി സീറോ ആണെങ്കിൽ കോസ് തീറ്റ സീറോ ആയി എന്നാണ് അർത്ഥം. കോസ് തീറ്റ എപ്പോഴാണ് മക്കളെ സീറോ ആകുന്നത്, തീറ്റ 90 ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി സീറോ ആണെങ്കിൽ എ പെർപെൻഡിക്കുലർ ടു ബി ആണ്. എ ഡോട്ട് ബി സീറോ ആണെങ്കിൽ എന്താ മക്കളെ, എ പെർപെൻഡിക്കുലർ ടു ബി ആണ്. എയും ബിയും തമ്മിൽ ഉണ്ടാക്കിയ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി തീറ്റ സീറോ ആണ്, ആംഗിള് സീറോ ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോസ് സീറോ എന്താകും മക്കളെ, 1 ആകും. അതുകൊണ്ട് തന്നെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീറ്റ സീറോ ആണെങ്കിൽ എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ എന്ന് പറയുന്നത് എന്താകും, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിരിക്കും. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് എന്തെന്ന് പറയുന്നത്, എ ഡോട്ട് എ എന്ന് പറയുന്നത്.
എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എക്ക് എക്ക് ഇടയ്ക്ക് ഉണ്ടാക്കിയ ആംഗിൾ എന്താ മക്കളെ? 0 അല്ലേ? അതുകൊണ്ട് തന്നെ എ ഡോട്ട് എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആയിരിക്കും, അഥവാ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഡോട്ട് എ ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ എയുടെ ലെങ്ത്തിൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെക്ടറിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും മതി? എ ഡോട്ട് എ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂൻ്റെ റൂട്ട് എടുത്താലും നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ഇനി അറിയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാലും ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാലും കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വേണമെങ്കിൽ പറയാം. ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ആയാലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ആയാലും മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ ആയാലും എത്രയാണ്? 1 ആണ്. കാരണം അതെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. സോ സ്ക്വയർ എടുത്താലും 1 തന്നെ വരും. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അതേസമയം ഐ ഡോട്ട് ജെ പ്ലസ് ജെ ഡോട്ട് കെ പ്ലസ് കെ ഡോട്ട് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. എന്തുകൊണ്ടാ? ഐ പെർപെൻഡിക്കുലർ ടു ജെ ആണ്. ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. സോ അവർക്കിടയിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാലും ജെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും കെ ഡോട്ട് ഐ എന്ന് പറഞ്ഞാലും ഒക്കെ 0 ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്ന എ ഡോട്ട് ബി എന്ന് പറയുന്നതും ബി ഡോട്ട് എ എന്ന് പറയുന്നതും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്ത് കമ്മ്യൂട്ടേറ്റീവ് ആണ്? സ്കെയിലാർ പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, എ ഡോട്ട് ബി പ്ലസ് സി ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഡിസ്ട്രിബ്യൂട്ട് ആണ്. ഓക്കെ, എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ഡോട്ട് പി പ്ലസ് എ ഡോട്ട് സിക്ക് തുല്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്? അസോസിയേറ്റീവ് ആണ്. എന്തുമായിട്ട് കറസ്പോണ്ട് ചെയ്ത്? സ്കെയിലാർ പ്രൊഡക്റ്റുമായിട്ട് അത് അസോസിയേറ്റ് ചെയ്തിട്ട് വരും. അതായത് ലാംഡ എ ഡോട്ട് ബി. ഓക്കെ, ലാംഡ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ഓക്കെ ലാംഡ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും എ ഡോട്ട് ലാംഡ ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ലാംഡ എ ഡോട്ട് ബി എന്ന് പറയുന്നതും ലാംഡ ടൈംസ് എ ഡോട്ട് ബി എന്ന് പറയുന്നതും എ ടൈംസ് ലാംഡ ബി എന്ന് പറയുന്നതും സെയിം ആണ്. അതായത് ലാംഡ നമുക്ക് ആരുടെ കൂടെ വേണോ കൊടുക്കാം. സ്കെയിലാർ വാല്യൂ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അകത്തോട്ട് ഏതിൻ്റെ കൂടെ വേണോ മൾട്ടിപ്ലൈയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത്? സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ എ ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? സ്കെയിലാർ പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആപ്ലിക്കേഷണൽ ലെവൽ യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് ഈ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്സിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ എ ലൈൻ എന്ന് പറയുന്നത്. ഓൺ എ ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൺ എ വെക്റ്റർ പറയാം. ഓക്കെ, ഓൺ എ വെക്റ്റർ എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, കാരണം നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ വെക്റ്റർ കറസ്പോണ്ട് ചെയ്താണ് പഠിക്കുന്നത്. സപ്പോസ് ആ ഒരു ലൈൻ ആണെങ്കിലും ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ എടുത്ത് നമ്മൾ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഏത് ലൈനിലേക്കാണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ നമ്മൾ എടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ അനദർ വെക്റ്റർ ബി. എന്താണ്? എ എന്ന് പറയുന്ന വെക്റ്റർ ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മേലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ എ ഡോട്ട് ബി ക്യാപ്. ഓക്കെ, വെക്റ്റർ എ ഡോട്ട് ബി ക്യാപ്, അതായത് എ വെക്റ്റർ ഡോട്ട് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി. ഇനി അപ്പോൾ ഒരു ലൈൻ ആണെങ്കിലോ ആ ലൈനിൽ വരുന്ന യൂണിറ്റ് വെക്റ്റർ എടുത്താലും മതിയാകും, അതേ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മേലുണ്ടാക്കുന്ന പ്രൊജക്ഷൻ. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ എ ഡോട്ട് യൂണിറ്റ് വെക്റ്റർ ബി. ഇനി അതിന് നമുക്ക് യൂണിറ്റ് വെക്റ്റർ ബീനെ എങ്ങനെ എഴുതാം? ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് എഴുതാം. അത് നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പോൾ എ എന്ന് പറയുന്ന വെക്റ്റർ ബിൻ്റെ മേൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, എ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന വെക്റ്റർ. ഇതിന് ആരുടെ മേലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്? ബിയുടെ മേൽ. അപ്പോൾ നമ്മൾ അതിന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നിഴൽ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ വന്ന കിട്ടിയത് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ
ഏതിലേക്കാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ ആയിട്ട് കിട്ടേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ബി ഓൺ എ ആണെങ്കിലോ, പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആണെങ്കിൽ എങ്ങനെ വരും? എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വരും. ഏതിൻ്റെ മേലാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക, ഏതിൻ്റെ മേലേക്കാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഓക്കെ, അതിനെ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്താൽ മതിയാകും എന്ത് കിട്ടാൻ? പ്രൊജക്ഷൻ കിട്ടാൻ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അടുത്ത പ്രൊഡക്റ്റാണ്. അതെന്താണ്? വെക്റ്റർ പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് പഠിച്ചു. സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ? അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ വാല്യൂ ആണ്, ഒരു റിയൽ വാല്യൂ ആണ് എന്നുള്ളതാണ്. അതേസമയം വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും മക്കളെ? ഒരു വെക്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ ഔട്ടായിട്ട് കിട്ടുന്ന സാധനം എന്ന് പറയുന്നതിന് ഒരു മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് വെക്റ്റർ ആണ്. സോ ഇഫ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി, എൻ്റെയും ബിൻ്റെയും വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ then their ക്രോസ് പ്രൊഡക്റ്റ് എന്താണ് മക്കളെ? അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്, വെക്റ്റർ പ്രൊഡക്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്രോസ് പ്രൊഡക്റ്റ്. നമ്മൾ തന്നെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് ഇട്ടും പ്രൊഡക്റ്റ് എഴുതാറുണ്ട്, അതുപോലെ ക്രോസ് ഇട്ടും പ്രൊഡക്റ്റ് എഴുതാറുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് വെക്റ്ററിലേക്ക് വരുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, സാർ നമ്മൾ നമ്പറിൽ ചെയ്യുമ്പോൾ രണ്ടും ഒന്നായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, കാരണം അത് രണ്ടും സ്കെയിലാറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ വെക്റ്ററിലേക്ക് വരുമ്പോൾ ഡോട്ട് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്കെയിലാർ വാല്യൂവും ക്രോസ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെക്റ്റർ വാല്യൂവുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി. ഇതെങ്ങനെയാണ് വായിക്കുന്നത് മക്കളെ? വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്നാണ്. ഓക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ തിയറം പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ ടൈംസ് എൻ ക്യാപ്. കാരണം ഇതെല്ലാം മാഗ്നിറ്റ്യൂഡുകളല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് സ്കെയിലാർ വാല്യൂ ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് സ്കെയിലാർ വാല്യൂ ആണ്, സൈൻ തീറ്റ എന്ന് പറയുന്നതും സ്കെയിലാർ വാല്യൂ ആണ്. അപ്പോൾ അത് മാത്രമായിട്ട് എഴുതിയാൽ നമുക്കൊരു സ്കെയിലാർ വാല്യൂ കിട്ടത്തുള്ളൂ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടത്തുള്ളൂ. ഡയറക്ഷനും കൂടെ വേണ്ടേ? ഡയറക്ഷൻ പറയാനാണ് എൻ ക്യാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എൻ ക്യാപ്പ് എന്ന് പറയുന്നത്? ഓക്കെ, എൻ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. എങ്ങനെയുള്ള യൂണിറ്റ് വെക്ടർ ആണ്? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വെക്ടർ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ചോദിച്ചാൽ നല്ല ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. രണ്ട് വെക്ടറുകൾ തന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എഴുതുക എന്നുള്ള ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം മക്കളെ? അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ആ കിട്ടിയ രണ്ട് പ്രൊഡക്റ്റുകൾക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ്. നമ്മൾ ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, ആ ഒരു കേസാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന വെക്ടറാണ്, ഇത് ബി എന്ന് പറയുന്ന വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? എൻ എന്ന് പറയുന്ന ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്കറിയാമല്ലോ. നോക്കിക്കേ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണോന്നൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ വന്നാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് വരുന്ന നമ്മുടെ വെക്ടർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് കമ്പോണൻറ്റ് ഫോമിലും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെഫിനിഷൻ ആയിട്ട് ചെയ്യുന്നത്. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എ ഡോട്ട് ബി എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ ആയിരുന്നു. അതേസമയം സൈൻ തീറ്റ വരുമ്പോൾ അത് എ ക്രോസ് ബി ആകും. ഓക്കെ, കൂടെ എൻ ക്യാപ്പും കൂടെ വേണം. എൻ ക്യാപ്പാണ് അതിന് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇനി കമ്പോണൻറ്റ് ഫോമിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? എ എന്ന് പറയുന്ന വെക്ടർ a1i പ്ലസ് a2j പ്ലസ് a3k ആണ്. ബി എന്ന് പറയുന്ന വെക്ടർ b1i പ്ലസ് b2j പ്ലസ് b3k ആണ് എന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എന്താണ് മക്കളെ? ഡിറ്റർമിനന്റ് ഓഫ് ijk a1 b1 c1 a2 b2 c2. എളുപ്പമാണ് മക്കളെ. ഡിറ്റർമിനൻ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളതാണ്. അതെന്തായാലും നല്ല വൃത്തിക്ക് പഠിച്ചിരുന്നേ പറ്റുള്ളൂ. അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുമാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് നമുക്ക് നല്ല വൃത്തിക്ക് അറിയാം. ആ ഡിറ്റർമിനൻ്റ് അവിടെ മുകളിൽ ijk കൊടുക്കുക. രണ്ടാമത്തെ വരിയിൽ ഏത് വെക്ടറാണോ ആ വെക്ടറിൻ്റെ കമ്പോണൻസ് എഴുതുക. ഓക്കെ, രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ വെക്ടറിൻ്റെ കമ്പോണൻറ്റുകൾ എഴുതുക. രണ്ടാമത്തെ വരിയിലോ മൂന്നാമത്തെ വരിയിലോ രണ്ടാമത്തെ വെക്ടറിൻ്റെ കമ്പോണൻറ്റുകൾ എഴുതുക. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് നേരെ തിരിച്ചിട്ടാലോ? നോക്കിക്കേ,
എ ക്രോസ് ബി ചെയ്തു. അപ്പോൾ തിരിച്ചു വന്നാലോ ബി ക്രോസ് എ ചെയ്യുമ്പോൾ എങ്ങനെ വരും? അത് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് വരും കേട്ടോ. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ അല്ല ബി ക്രോസ് എക്ക് വരുന്നത്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും രണ്ടിൻ്റെയും, പക്ഷെ ഡയറക്ഷൻ നേരെ തിരിയും, മൈനസ് എൻ ക്യാപ്പ് ആകും. ഓക്കെ, അപ്പോൾ അവിടെ വരുന്നത് എൻ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് പോകുന്ന എ ക്രോസ് ബിയിൽ അത് മുകളിലോട്ടാണെങ്കിൽ ബി ക്രോസ് എ വരുമ്പോൾ അത് എങ്ങോട്ട് വരും? താഴേക്ക് വരും. അത് നമ്മൾ ഇനി പ്രോപ്പർട്ടീസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ത് തന്നെയാണ്? എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഒരു വെക്റ്റർ ആയിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ സ്കെയിലാർ എന്ന് പഠിച്ചു, ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? വെക്റ്റർ ആണെന്ന് പഠിച്ചു. അതുപോലെ എ ക്രോസ് ബി 0 ആണെന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി എപ്പോഴാണ് 0 ആകുന്നേ? സൈൻ തീറ്റ 0 ആകുമ്പോൾ. ഓക്കെ, എയും ബിയും 0 അല്ലെങ്കിൽ എ ക്രോസ് ബി എപ്പോഴാണ് മക്കളെ 0 ആകുന്നേ? സൈൻ തീറ്റ 0 ആകുമ്പോൾ. സൈൻ തീറ്റ എപ്പോഴാണ് മക്കളെ 0 ആകുന്നേ? സൈൻ തീറ്റ 0 ആകുന്നത് തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ. ഓക്കെ, തീറ്റ 0 ഡിഗ്രി ആണ് അല്ലെങ്കിൽ 0 റേഡിയൻ ആണ് എന്ന് പറഞ്ഞാൽ ലൈൻസ് പാരലൽ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ പാരലൽ ടു ബി ആണെന്ന് പറയാം. അപ്പോൾ എ ക്രോസ് ബി 0 ആണെങ്കിൽ എ പാരലൽ ടു ബി ആണ്. എ ഡോട്ട് ബി 0 ആണെങ്കിലോ എ പെർപെൻഡിക്കുലർ ടു ബി ആണ്. ഓക്കെ, അത് കമ്പയർ ചെയ്ത് വെച്ച് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് ഓർമ്മിക്കാം. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെക്ക് ചെയ്താൽ മതി? എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 വെക്ടർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ആണെന്ന് ചെക്ക് ചെയ്യാനോ എ ഡോട്ട് ബി 0 ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എ ക്രോസ് ബി 0 ആകുമ്പോൾ പാരലൽ ലൈനുകളാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എ എന്തായിരിക്കും മക്കളെ? എ ക്രോസ് എ ആയിക്കോട്ടെ, എ ക്രോസ് മൈനസ് എ ആയിക്കോട്ടെ. എ ക്രോസ് എ ആണെങ്കിലും എ ക്രോസ് മൈനസ് എ ആണെങ്കിലും പാരലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. സോ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആണത്. ഓക്കെ, ഇനി π/2 ആണ് അഥവാ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇതാണ് മക്കളെ 90 ഡിഗ്രി ആണ്, π/2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ലെങ്ത് വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇവിടെ ഇതെന്ന് പറയുന്നത്. ഐ ക്രോസ് ഐ എന്ന് പറയുന്നതും ജെ ക്രോസ് ജെ എന്ന് പറയുന്നതും കെ ക്രോസ് കെ എന്ന് പറയുന്നതൊക്കെ എന്താണ്? 0 ആണ്. സെയിം ആൾക്കാർ, കാരണം അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. അതേസമയം ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്, കാരണം അവരുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഇത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ഈ ഒരു സൈക്കിളാണ് കേട്ടോ. ഐ ടു ജെ, ജെ ടു കെ, കെ ടു ഐ. നമ്മൾ ആ ഒരു രീതിക്ക് ഒരു സൈക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഓർക്കാൻ എളുപ്പമാണ്, ഇതായാലും രണ്ടാമത്തായാലും. ഓക്കെ, ഐ ടു ജെ എന്ന് പറഞ്ഞാൽ കെ ആണ്, ജെ ടു കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്, കെ ടു ഐ എന്ന് പറഞ്ഞാൽ ജെ ആണ്. ഈ ഒരു സൈക്കിളിൻ്റെ അതേ ഓർഡർ. ഓക്കെ, അതാത് ആൾക്കാർ, കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഐയുടെ മാഗ്നിറ്റ്യൂഡും 1 ആണ്, ജെയുടെ മാഗ്നിറ്റ്യൂഡും 1 ആണ്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനും ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അതാണ് കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഓർഡർ. ഈ ഒരു സൈക്കിൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ എളുപ്പം നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ മക്കളെ. എന്താണ്? ഐ ജെ കെ ഇട്ടിട്ട് നേരെ ഒരു സൈക്കിൾ വരച്ചാൽ മതി. അപ്പോൾ ഐ ക്രോസ് ജെ എന്ന് പറയുന്ന കെ, ജെ ക്രോസ് കെ ഐ, കെ ക്രോസ് ഐ ജെ, ആ ഒരു ഓർഡർ കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എ ക്രോസ് ബി എന്ന് പറയുന്നത് മുകളിലേക്കാണെങ്കിൽ ബി ക്രോസ് എ എങ്ങോട്ട് വരും? താഴേക്ക് വരും. അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും. എ ക്രോസ് ബി എന്ന് പറയുന്നത് എൻ ആണെങ്കിൽ ബി ക്രോസ് എ എന്ന് പറയുന്നത് എന്ത് വരും? -n വരും. അതാണ് ഇവിടെ പറയുന്നത്. എ ക്രോസ് ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ബി ക്രോസ് എ ആണ് കേട്ടോ മക്കളെ. എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നെഗറ്റീവ് ഓഫ് ബി ക്രോസ് എ ആണ്. സോ അതുകൊണ്ട് തന്നെ ജെ ക്രോസ് ഐ, നമ്മളിവിടെ പറഞ്ഞു ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ ഡയറക്ഷൻ തിരിഞ്ഞു വന്നാൽ എന്ത് വരും? നെഗറ്റീവ് വരും. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും, തിരിച്ചാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് വരും. അപ്പോൾ ജെ ക്രോസ് ഐ എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ? അപ്പം -k. ഐ ക്രോസ് ജെ എന്ന് പറയുന്നതോ, ഐ ക്രോസ് ജെ എന്ന് പറയുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ? സോ -j. ഓക്കെ, ഇനി എന്താണ് മക്കളെ? കെ ക്രോസ് ജെ, കെ ക്രോസ് ജെ എന്ന് പറയുന്നതോ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ? സോ -i. ആ ഒരു ഓർഡറിൽ വരും. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ വരച്ചാൽ പെട്ടെന്ന് ഇത് രണ്ടും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഓക്കെ, 1 വേർഡിനൊക്കെ ചോദിക്കും, അപ്പോൾ നമുക്ക് എളുപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആയിട്ട് കിട്ടും. ഓക്കെ, നോക്കിക്കേ, എ ക്രോസ് ബി വെക്റ്റർ പ്ലസ് സി വെക്റ്റർ എന്ന് പറയുന്നത് എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി ആണ്. അതേസമയം ലാംഡ ടൈംസ്, ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്കെയിലാർ വാല്യൂ ആണ്,
ടൈംസ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ലാംഡ ടൈംസ് എ ക്രോസ് ബി ആണ്. അതുപോലെ എ ക്രോസ് ലാംഡ ടൈംസ് ബി ആയിട്ടും എഴുതാം. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് ലാംഡ എന്ന് പറയുന്നത് സ്കെയിലാർ വാല്യൂ എയുടെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല, ബിയുടെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല, കോമൺ ആയിട്ട് പുറത്തെടുത്ത് വെച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. അപ്പം ക്ലിയർ ആണല്ലോ മക്കളെ? ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം സ്കെയിലാർ പോലെ തന്നെയാണ്. അതിലുള്ള ചെറിയ സാധനങ്ങൾ ഇതിൽ കുറച്ച് മാറ്റമുണ്ട്. അവിടെ പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോഴാണ് 0 വരുന്നത്, ഇവിടെ പാരലൽ ആകുമ്പോൾ 0 വരും. ഓക്കെ, അവിടെ പാരലൽ ആകുമ്പോൾ കോസ് തീറ്റ 1 ആയിട്ട് മാറും, ഇവിടെ പെർപെൻഡിക്കുലർ ആകുമ്പോൾ സൈൻ തീറ്റ 1 ആയിട്ട് മാറും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഏതിൻ്റെയാണ്? നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് എന്ത് കണ്ടു മക്കളെ? പ്രൊജക്ഷൻ ഓൺ എ വെക്ടർ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് ഏരിയ ഓഫ് പാരലോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന എന്താണ് മക്കളെ? രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. സപ്പോസ് ആ രണ്ട് വെക്ടറുകളും ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വന്നാൽ, ആ രണ്ട് വെക്ടർ എന്താണ് മക്കളെ? ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വന്നാൽ, ഓക്കെ, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ആ രണ്ട് ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വന്നാൽ എങ്ങനെ വരും മക്കളെ? അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് കിട്ടും 1/2 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. 1/2 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളുടെ ജസ്റ്റ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, ബേസ് എന്താണ് വരുന്നത്? ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഹൈറ്റ് നമുക്ക് വരുന്ന അറിയാം, ഇവിടെ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ. സോ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഓക്കെ, അതെങ്ങനെ വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞു വരും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, ബി ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് 1/2 ഹാഫ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് വെക്ടേഴ്സ് ആയിട്ട് തന്നിരുന്നാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? എ ക്രോസ് ബി, ആ രണ്ട് വെക്ടേഴ്സിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ പകുതി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടും. ഇനി ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? രണ്ട് ട്രയാങ്കിൾസ് ചേർത്ത് വയ്ക്കുന്നതല്ലേ പാരലോഗ്രാം വരുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വന്നാൽ, ഓക്കെ, അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെ വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി വരും. നമ്മൾ ബി എച്ച് ചെയ്യുന്നത് പോലെ തന്നെ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, പാരലോഗ്രാമിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, ട്രയാങ്കിൾ വരുമ്പോഴോ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. സോ ഹാഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നതോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടറുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആക്ച്വലി ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചും ക്രോസ് പ്രൊഡക്റ്റ് വെച്ചും കണ്ടുപിടിക്കാം. എന്നാൽ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നത് എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാനാണ്. കാരണം ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടറാണ്. പിന്നെ ആ വെക്ടറിനെ വീണ്ടും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒന്ന് ക്രോസ് പ്രൊഡക്റ്റിലേക്ക് ഇത്തിരി ലെങ്തിയാണ് സ്റ്റെപ്പ്, അതായത് ഡിറ്റർമിനൻ്റ് വെച്ചൊക്കെ കണ്ടുപിടിക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് കമ്പോണൻസ്, അതായത് കമ്പോണൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. കുറച്ചും കൂടി ഈസിയാണ് കമ്പാരിറ്റീവ്ലി ക്രോസ് പ്രൊഡക്റ്റിനെ കാട്ടി. ഇനി ക്രോസ് പ്രൊഡക്റ്റിൽ കണ്ടുപിടിക്കാൻ വെച്ചിട്ട് പാടാണെങ്കിൽ പോലും കണ്ടുപിടിച്ചിട്ട് വീണ്ടും നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഡോട്ട് പ്രൊഡക്റ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു വാല്യൂ ആണ് കിട്ടുന്നത്. സോ ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഫോർമുല എന്താണ്? എ ഡോട്ട് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇനി ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോസിനെ അപ്പുറത്തോട്ട് എടുക്കുക. കോസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? കോസ് ഇൻവേഴ്സ് ആകും. അപ്പോൾ കോസ് തീറ്റ അറിയാമെങ്കിൽ അതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ കോസ് ഇൻവേഴ്സ് എടുത്താൽ മതിയാകും. സോ നമ്മളുടെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താകും മക്കളെ? ഓക്കെ, സോ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. ഓക്കെ, ഇനി നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് വെച്ചാണ് പറയുന്നത്. സപ്പോസ് നമുക്ക് എന്താണ്? വെക്റ്റർ പ്രൊഡക്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ക്രോസ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് എളുപ്പമെന്ന് പറഞ്ഞു. പക്ഷെ വെക്റ്റർ പ്രൊഡക്റ്റ് ആണ് തന്നിട്ടുള്ളത്.
അങ്ങനെയെങ്കിൽ ഏത് യൂസ് ചെയ്യുന്ന എളുപ്പം? വെക്റ്റർ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ചെയ്യുന്നതാണ് എളുപ്പം. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. A cross B equal to magnitude of A times magnitude of B sin theta dot n cap ആണ് വരുന്നത്. ഓക്കെ, sin theta times n cap അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് A cross Bയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് പറയാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B sin theta. കാരണം n എന്ന് പറയുന്ന ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് അവനെ മാറ്റിയാൽ മതിയാകും. ഇനി അതിൽ നിന്ന് sin theta എന്താണെന്ന് പറയാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B ആണ്. ഇതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കാനോ സൈനെ നേരെ അപ്പുറത്തോട്ടെടുത്താൽ സൈൻ ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് പറയാം? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഡോട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് B. അത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ല, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. കാരണം സ്കെയിലാർ വാല്യൂസ് ആണ്. സ്കെയിലാർ വാല്യൂസിൻ്റെ ഇടയ്ക്ക് ക്രോസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡോട്ട് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ മൊത്തം എന്താണ് വെക്ടർ ആൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫുൾ ഫോർമുലാസ്, കാര്യങ്ങൾ, അതിലെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ മക്കളെ, എന്താ പറയുന്നത്? ഇഫ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്ടേഴ്സ് എ ആൻഡ് ബി. തീറ്റ എന്ന് പറയുന്നതാണ് രണ്ട് നോൺ സീറോ വെക്ടർ ആയിട്ടുള്ള എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡോട്ട് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. സോ എ ഡോട്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ആയിട്ട് എടുത്തത്. കാരണം ഇതൊരു സ്കെയിലാർ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തറിയാം? എ ഡോട്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് മക്കളെ? എ ഡോട്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡായിട്ട് വരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ഓക്കെ, ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് വരുന്നത്, പോസിറ്റീവായിട്ടായിരുന്നു. ഓക്കെ, ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി, ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഈക്വൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ. അവർ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും ഡിലീറ്റ് ആയി പോകും, ബിയും വെട്ടിപ്പോകും. പിന്നെ എന്താ ഉള്ളത്? കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. എന്താ മക്കളെ ഉള്ളത്? കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. തീറ്റയുടെ ഏത് വാല്യൂവിനാ മക്കളെ സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആയിട്ട് കിട്ടുന്നത്? തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആകുമ്പോൾ. തീറ്റ എന്ന് പറയുന്നത് എത്ര ആകുമ്പോഴാണ് മക്കളെ? 45 ഡിഗ്രി ആകുമ്പോൾ. സോ നമുക്കിവിടെ തീറ്റ എന്താണെന്ന് പറയാം? π/4 ആണെന്ന് പറയാം. എത്രയാണെന്ന് പറയാം മക്കളെ? π/4 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോസ് തീറ്റയും സൈൻ തീറ്റയും ഈക്വൽ ആയിട്ട് കിട്ടുന്നത് തീറ്റ π/4 ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആംഗിൾ എന്താണ്? π/4 ആണ്. ഇനി ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്റ്റർ. വെക്റ്റർ എ ഈക്വൽസ് ഐ ഡോട്ട് ഐ cap minus j cap on the vector b vector equal to I cap plus j cap. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നോക്കിക്കേ, ഇവിടെ a വെക്റ്റർ ഓൺ b വെക്റ്റർ പ്രൊജക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. a വെക്റ്റർ ഓൺ b വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? a ഡോട്ട് ബി ബൈ എന്ത് ചെയ്യണം? ബിയുടെ മാഗ്നിറ്റ്യൂഡ് ചെയ്യണം. അപ്പോൾ ഓൺ ആരാണോ വരുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ ബി വെക്റ്റർ. അപ്പോൾ ആരിലേക്കാണോ ഓൺ വരുന്നത് അവൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ വരും? എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എ ഡോട്ട് ബി കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കണ്ടുപിടിക്കണം. ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെങ്ങനെ വരും? എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്? അതിൻ്റെ കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2. ഇവിടെ രണ്ടിടത്തും C1 C2 0 ആണ്. C1 0 ആണ്, C2 0 ആണ്.
അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട. A1 A2 പ്ലസ് B1 B2 ചെയ്താൽ മതിയാകും. അപ്പോൾ എന്ത് വരും? 1 times 1 പ്ലസ് മൈനസ് 1 times 1. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 1 minus 1 equals 0 എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽസ് എന്ത് കിട്ടും മക്കളെ? 0 എന്ന് പറഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രൊജക്ഷൻ ഓഫ്, ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ത് വരും നോക്കിക്കേ? റൂട്ട് ഓഫ് 1 square പ്ലസ് 1 square വരും, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് √2 വരും. ഓക്കെ, നമുക്കിവിടെ എന്തായാലും 0 ആയി. എ ഡോട്ട് ബി എന്ത് കിട്ടി മക്കളെ? 0 കിട്ടി. അപ്പോൾ എന്താണ്? പ്രൊജക്ഷൻ അവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്താകും? 0 ആയി പോകും. പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ ബി വെക്റ്റർ എന്താകും മക്കളെ? 0 ആകും. ബിക്കോസ് 0/√2 വരും, അത് 0 ആകും. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഇഫ് എ വെക്റ്റർ ഈക്വൽസ് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്, ബി വെക്റ്റർ ഈക്വൽസ് ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ്. Find a vector plus b vector and a vector minus b vector. Find a unit vector perpendicular to both a vector plus b vector and a vector minus b vector. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കുക. എ പ്ലസ് ബി എ മൈനസ് ബി എങ്ങനെ ചെയ്യാം മക്കളെ? ഡയറക്റ്റ് അവർ തമ്മിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി കമ്പോണൻറ്റുകൾ. സോ എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ത് വരും? എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഈക്വൽസ്, കമ്പോണന്റ് നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കേ, i പ്ലസ് ഐ 2i പ്ലസ് ജെ പ്ലസ് 2j 3j പ്ലസ് കെ പ്ലസ് 3k 4k. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി വെക്റ്റർ, എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്താകും? 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. ഇനി അടുത്ത് എ മൈനസ് ബി, എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ എന്ത് വരും നോക്കിക്കേ മക്കളെ? എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യുക. സോ ഐ മൈനസ് ഐ 0 ആയി. അതവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 0 ആയി നിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത് ജെ മൈനസ് 2j എന്ത് വരും? മൈനസ് ജെ ക്യാപ്പ്. അടുത്ത് എന്ത് വരും? കെ മൈനസ് 3k മൈനസ് 2k എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ജെ വെക്റ്റർ മൈനസ് 2k വെക്റ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നമുക്കറിയാം, രണ്ട് വെക്റ്ററുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ക്രോസ് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ കിട്ടും. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ആണോ ആവശ്യം? അല്ല, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് ആവശ്യം. സോ ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഏത് വെക്റ്റർ ആണോ കിട്ടിയത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബി വെക്റ്റർ ക്രോസ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് സെയിം തിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്ഥലം വേണം, ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ക്രോസ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ. ഇതിൻ്റെ ഉത്തരമായിട്ട് കിട്ടുന്നതായിരിക്കും എന്ത് മക്കളെ? നമ്മളുടെ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ കിട്ടി. ഇനി അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കിട്ടാൻ വേണ്ടി ആ വെക്റ്ററിനെ കൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എടുക്കാൻ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മക്കളെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഏതൊക്കെ തമ്മിലാ? എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ക്രോസ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. ഓക്കെ, ഇനി ആദ്യത്തെ ആളായ എ പ്ലസ് ബി, അതിൻ്റെ കമ്പോണൻസ് എഴുതിക്ക് 2 3 4. രണ്ടാമത്തെ ആളുടെ കമ്പോണൻസ് എഴുതിക്ക് 0 -1 -2.
ഓക്കെ, ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തൂടെ. ഡിറ്റർമിനൻ്റ് എങ്ങനെ വരും? ഐ ക്യാപ് ടൈംസ്. ഓക്കെ, ഇനി അത് വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക. -6 3 × 2 എന്ത് വരും? -6 മൈനസ് ഓഫ് -4. ഇവിടെ -4 അല്ലേ വരുന്ന, സബ്ട്രാക്ട് ചെയ്യേണ്ടേ. സോ മൈനസ് ഓഫ് -4 എന്താകും മക്കളെ? +4 ആകും. ഇനി -j⁻. അടുത്തെന്ത് വരും? ജെ വരുന്ന റോയും കോളവും ഒഴിവാക്കുക. 2 × -2 -4 -0. അതെന്ത് തന്നെയാണ്? -4 തന്നെയാണ്. ഓക്കെ, ഇവിടെ 0 × 4 എന്താകും? 0 ആകും. അടുത്ത് k⁻ പ്ലസ് k⁻. ഓക്കെ, ആദ്യം എന്ത് വരും? കെ വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക. 2 × -1 -2. അടുത്ത് 3 × 0 0 ആകും. സോ അതങ്ങനെ തന്നെ വരും. അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? വെക്ടറെ -2i⁻. അടുത്ത് പ്ലസ് 4j⁻ -2k⁻ എന്ന് പറഞ്ഞു വരും. ഇതാണ് എന്ത് മക്കളെ? നമ്മുടെ a+b × a-b എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എഴുതാം. അപ്പോൾ എന്താണ്? കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമുക്ക് ഇതാണ് എന്തെന്ന് പറയുന്ന മക്കളെ? പെർപെൻഡിക്കുലർ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് നമുക്ക് പെർപെൻഡിക്കുലർ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ ആയിട്ട് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് താഴോട്ടെടുക്കാം, നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇതെന്താണ് മക്കളെ? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു a+b ആൻഡ് a-b. ഓക്കെ, a+bക്കും a-bക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? ആദ്യം ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? a വെക്ടർ പ്ലസ് b വെക്ടർ ക്രോസ് a വെക്ടർ മൈനസ് b വെക്ടർ എന്താണെന്ന് കിട്ടി മക്കളെ? നോക്കിക്കേ, ഇവിടെ നമുക്ക് കിട്ടി -2i⁻ പ്ലസ് 4j⁻ -2k⁻. ഓക്കെ, സോ -2i⁻ പ്ലസ് 4j⁻ -k⁻ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് a+b ക്രോസ് a-b. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഇത് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദിസ് ഈസ് n⁻ എന്ന് പറഞ്ഞിട്ടിട്ട്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ n ആയിട്ട് എടുക്കാം. ഇതപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് n ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വരും? √(-2)² അല്ലേ? ഓരോന്നിൻ്റെ ആയിട്ട് സ്ക്വയർ എടുക്കുക. ശ്രദ്ധിക്കുക, സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് അകത്ത് വേണം വരാൻ, കാരണം സ്ക്വയർ എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഉത്തരം തെറ്റും കേട്ടോ. +4², അതിൻ്റെ വാല്യൂസ് മാത്രം നിങ്ങൾ സ്ക്വയർ ചെയ്താലും കുഴപ്പമില്ല, സെയിം ആൻസർ തന്നെ കിട്ടും. -1². സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും? 2² 4 ആണ്, 4² 16 ആണ്, 1² 1 ആണ്. സോറി 1 അല്ലേ, ഇവിടെ 2 അല്ലേ? ഇവിടെ നമുക്ക് 2² -2k അല്ലേ? -2k ആണേ. ഇവിടെ എന്ത് വരും? -2² ഒരു -2k -2 വരും, അവിടെ 4 വരും. 4. അപ്പോൾ ഇത് എത്ര വരും നോക്കിക്കേ മക്കളെ? 24 വരും. √24 എങ്ങനെ എഴുതാം? 4 × 6 ആണ് 24 എന്ന് പറയുന്നത്. 4ൻ്റെ റൂട്ട് 2 ആണ്. സോ ഇതെങ്ങനെ എഴുതാം? 2√6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2√6 ആണ് വരുന്നത്. 2 അകത്തേക്ക് എടുക്കുമ്പോൾ 4 ആകും. 4 × 6 24 ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സോ ഈ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക. സോ എന്ത് വരും? -2/2 √6i⁻ പ്ലസ് 4/2 √6 j⁻ -2/2 √6 k⁻. ഉത്തരം എങ്ങനെ വരും മക്കളെ? 2 × 2 ക്യാൻസൽ ആയി പോകും. -1/√6 i⁻ പ്ലസ് 2/√6 j⁻ -1/√6 k⁻ എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് എന്ത് മക്കളെ? നമ്മളുടെ രണ്ട് വെക്ടർ എയും ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ a+bക്കും a-bക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, റൈറ്റ് ദ വെക്റ്റർ ഫ്രം 0 0 0 to 2 2 2 ഇൻ I J K കമ്പോണൻസ്. അപ്പോൾ ഇനിഷ്യൽ പോയിന്റും തന്നിട്ടുണ്ട്, ടെർമിനൽ പോയിന്റും തന്നിട്ടുണ്ട്. A to B, വെക്റ്റർ A to B ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? A മൈനസ് ബി ആണ്. ഓക്കെ, എന്താണ്? A to B ആണെങ്കിൽ A മൈനസ് ബി ആണ് അതിൻ്റെ ഓരോ കമ്പോണൻസും വരുന്നത്. ഓക്കെ, അപ്പോൾ A എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്റ് എന്തെടുക്കാം? 0 0 0. ആക്ച്വലി ഒറിജിനായിട്ട് എടുത്താൽ മതി. സോ O എടുക്കാം, ഒറിജിൻ ആയതുകൊണ്ട് O എടുക്കാം. ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എന്തെടുക്കാം? 2 2 2. പൊസിഷൻ വെക്ടറാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. 2 2 2 എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ വെക്ടർ. 2 2 2 എന്ന് പറയുന്ന ഏതിൻ്റെ പൊസിഷൻ വെക്ടർ എടുത്താലും എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് ഇസഡ് കെ ക്യാപ്പ് എന്ന് എഴുതിയാൽ മാത്രം മതിയാകും. സോ ഒ പി എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ വരും മക്കളെ? 2 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ്. ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇത് പൊസിഷൻ വെക്ടർ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇനിഷ്യൽ പോയിന്റ്, ടെർമിനൽ പോയിന്റ്, ഇനിഷ്യൽ പോയിന്റ് വേറെ ഏതെങ്കിലും പോയിന്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്കിത് എഴുതാം. 2 മൈനസ് 2 2 ഐ ക്യാപ്പ്, 2 മൈനസ് 0 സോറി 2 മൈനസ് 2 അല്ല 2 മൈനസ് 0 2 ഐ ക്യാപ്പ്, 2 മൈനസ് 0 2 ജെ ക്യാപ്പ്, 2 മൈനസ് 0 2 കെ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യമാണ്, ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ്. എയുടെ ഡയറക്ഷനിലുള്ള വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് പറയുന്നത് മക്കളെ? 9 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 9 യൂണിറ്റ്സ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു സാധനത്തിനെ വേറൊരു വാല്യൂയിലോട്ട് ചേഞ്ച് ആക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? അതിൻ്റെ സെയിം വാല്യൂ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 ആകും. എന്നിട്ട് നമുക്ക് എന്താണോ എത്തേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ആ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് നമുക്ക് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും മാഗ്നിറ്റ്യൂഡ് ആ നമ്പറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ എ വെക്ടർ എന്ന് പറയുന്നത്. ആ വെക്ടറിനെ നമുക്ക് ചെറുതാക്കി എന്താക്കണം? എ ക്യാപ്പ് ആക്കണം. എന്നിട്ട് ഈ കെ ക്യാപ്പിനെ എന്താ എഴുതാൽ മതി? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് അതുപോലത്തെ 9 പേര് വരൂലേ? അപ്പം നമുക്ക് കറക്റ്റ് അതിൻ്റെ സൈസ് കിട്ടൂലേ? അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാലും ആദ്യം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ചിലപ്പോൾ യൂണിറ്റ് വെക്ടർ ആയിരിക്കും തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെക്ടർ എ ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് എന്ന് പറയുന്നത് എന്ത് വരും? ഈക്വൽ ടു എ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. ഓക്കെ, അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എങ്ങനെ വരും നോക്കിക്കേ മക്കളെ. എന്തായിട്ടിടാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് ഓരോന്നിൻ്റെയും സ്ക്വയർ എടുക്കുക. 2 സ്ക്വയർ 4 ആണ്, പ്ലസ് 2 മൈനസ് റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? റൂട്ട് 9 വരും. റൂട്ട് 9 എന്ന് പറയുന്നത് എത്ര വരും? 3 വരും. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 3 ആണ്. സോ നമ്മുടെ യൂണിറ്റ് വെക്ടർ ഇതെങ്ങനെ വരും നോക്കിക്കേ? 2 ഐ ക്യാപ്പ് ഞാൻ കോമൺ ആയിട്ട് തന്നെ ഇടുകയാണേ, കാരണം ഇവിടെ എന്തായാലും 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ക്യാൻസലായി പൊക്കോളും. സോ റൂട്ട് 2 ജെ ക്യാപ്പ് പ്ലസ് റൂട്ട് 3 കെ ക്യാപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഇവിടെ നോക്കിക്കിടെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. അപ്പോൾ അത് 9 ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കിയാലും മതി. ഓക്കെ, ഇതിപ്പോൾ എല്ലാത്തിനും പറ്റുന്ന രീതിക്കാണ് ഞാൻ ഇത് പറയുന്നത്. ഈ ചോദ്യത്തിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് 3 കിട്ടി. 3നെ 9 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 9 ആയിക്കോളും. പിന്നെ ഏത് നമ്പർ തന്നാലും, ഇപ്പോൾ നമുക്ക് 11 ആക്കണമെങ്കിലോ അങ്ങനെ ഏത് തന്നാലും യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ബൈ എന്ത് വരും? 3 വരും. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 9 ആക്കണമെങ്കിൽ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വിത്ത് മാഗ്നിറ്റ്യൂഡ് എന്താ മക്കളെ? മാഗ്നിറ്റ്യൂഡ് 9 ഈക്വൽസ് 9 ടൈംസ് സ്കെയിലാർ വാല്യൂ. ആ സ്കെയിലാർ വാല്യൂ ടൈംസ്
എ വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ്, സോ എ ക്യാപ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ ക്യാപ്പ് എന്ന് കൊടുക്കാമല്ലോ, യൂണിറ്റ് വെക്റ്റർ എ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? 9 ടൈംസ് 2 മൈനസ് 2 ഐ ക്യാപ്പ് മൈനസ് √2 ജെ ക്യാപ്പ് പ്ലസ് √3 കെ ക്യാപ്പ് ബൈ 3. ഓക്കെ, ഇവിടെ 9ഉം 3യും ക്യാൻസൽ ആയിപ്പോൾ ഇവിടെ 3 കിട്ടും. 3 അകത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും മക്കളെ? 6 ഐ ക്യാപ്പ് മൈനസ് 3√2 ജി ക്യാപ്പ് പ്ലസ് 3√3 കെ ക്യാപ്പ് എന്ന് വരും. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് അടുത്ത ചോദ്യം പറയുന്നത്? ഇഫ് എ വെക്റ്റർ ഈക്വൽ ടു ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്, ബി വെക്റ്റർ ഈക്വൽ ടു 2 ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്. എങ്കിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? എ മൈനസ് ബി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എടുക്കാം. ആദ്യം നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എ പ്ലസ് ബി കണ്ടുപിടിക്കണം. വെക്ടർ എ പ്ലസ് ബി എന്ത് വരും നോക്കിക്കേ? കമ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതിയാകും. സോ ഐ പ്ലസ് 2i 3i വരും, ജെ പ്ലസ് ജെ എന്ത് വരും? 2j വരും, കെ പ്ലസ് മൈനസ് കെ എന്ത് വരും? 0k വരും. സോ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ. എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ. സോ നമുക്ക് 0 ഇടാം. കമ്പോണൻറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ. ഡോട്ട് എടുക്കുമ്പോൾ ചെയ്യാൻ എളുപ്പത്തിനാണ് 0k എന്ന് ഇടണം. എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ എന്ത് വരും? ഐ മൈനസ് 2i മൈനസ് ഐ ക്യാപ്പ്. ഓക്കെ, ജെ മൈനസ് ജെ ക്യാപ്പ് 0j ക്യാപ്പ്. കെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ കെ പ്ലസ് കെ 2k ക്യാപ്പ് എന്ന് വരും. ഇനി എന്താണ്? അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി വെക്റ്റർ. ഇതെന്ത് വരും? ഇത് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 ടൈംസ് മൈനസ് 1 3 ടൈംസ് മൈനസ് 1 പ്ലസ് 2 ടൈംസ് 0 പ്ലസ് 0 ടൈംസ് 2 എന്ത് വരും? ഇതും 0 ആയി പോകും, ഇതും 0 ആയി പോകും. ആകെ ഇത് മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? -3 കിട്ടും. ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് കിട്ടും മക്കളെ? -3 കിട്ടും. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? -3 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ. അത് നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കണം. എന്തിൻ്റെയാണ്? ഒരു സൈഡ് എ വെക്റ്ററും മറ്റേ സൈഡ് ബി വെക്റ്ററും വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഒരു സൈഡ് എ വെക്റ്ററും മറ്റേ സൈഡ് എന്ത് വരും മക്കളെ? ബി വെക്റ്ററും വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം മക്കളെ? നോക്കിക്കേ, ഒരു സൈഡ് എയും മറ്റേ സൈഡ് എന്തും വരും? ബിയും വരും. അങ്ങനെ വരുന്ന ട്രയാങ്കിളിൻ്റെ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ട ഫോർമുല? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ ഈക്വൽസ്, ഫോർമുല എന്താ മക്കളെ? ഹാഫ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഹാഫ് ഓഫ് എന്താ മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എ ക്രോസ് ബി കണ്ടുപിടിക്കണം. സോ എ ക്രോസ് ബി, എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ എന്ത് വരും? ഐ ജെ കെ. കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? ഐ വെക്റ്ററിൻ്റെ എ വെക്റ്ററിൻ്റെ കമ്പോണൻസ് 1 1 1. ജെ ബി വെക്റ്ററിൻ്റെ കമ്പോണൻസോ 2 1 -1. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഐ ക്യാപ് ടൈംസ് എന്ത് വരും? ഐ വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക. സോ -1 -1. ഓക്കെ, -1 വരും, -1 വരും. മൈനസ് ജെ ക്യാപ്, ജെ വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക. സോ -1 -2 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ടൈംസ് -1 -1 വരും. -2 ടൈംസ് 1 എന്ന് പറയുന്നത് 2 വരും. പ്ലസ് കെ ക്യാപ്. ഓക്കെ, കെ ക്യാപ് എടുക്കുമ്പോൾ എന്ത് വരും നോക്കിക്കേ? 1 ടൈംസ് 1 1 വരും, -2 1 -2 വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് എന്ത് കിട്ടും?
നോക്കിക്കേ, -2 i ക്യാപ്പ് -3 j ക്യാപ്പ്, സോ +3, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ +3 j ക്യാപ്പ് -k ക്യാപ്പ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് എന്ത് A ക്രോസ് B കിട്ടുന്നത്. അപ്പോൾ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും വരുന്നത് നോക്കിക്കേ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. സോ ഹാഫ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ആണ് എടുക്കേണ്ടത്. സോ ഹാഫ് ഓഫ് റൂട്ട് ഓഫ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. സോ സ്ക്വയറുകൾ എടുക്കുക, കമ്പോണൻ്റ് സ്ക്വയറിൻ്റെ സം, റൂട്ട് ഓഫ് കമ്പോണൻറ്റുകളുടെ സ്ക്വയറിൻ്റെ സം. സോ 2 സ്ക്വയർ 4 വരും, 3 സ്ക്വയർ 9 വരും. ഓക്കെ, 1 സ്ക്വയർ എന്ത് വരും? 1 വരും. 1 സ്ക്വയർ അല്ലേ മക്കളെ വരുന്നത്? നോക്കിക്കേ, 1 - 2. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 13 + 1 14. അപ്പോൾ ഇതെന്ത് വരും? 1/2 √14 അഥവാ √14/2 യൂണിറ്റ് സ്ക്വയർ ഏരിയ അല്ലേ. സോ യൂണിറ്റ് സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ ഏരിയ എത്രയാണ് കിട്ടുന്നത്? √14/2 യൂണിറ്റ് സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം എല്ലാ പ്രോബ്ലംസും അതുപോലെ തന്നെ എല്ലാ ലൈഫ് മോഡൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാ ഫോർമുലാസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.